റാഷിദ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണ് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്? കൂടുതൽ ഉപകരണങ്ങൾ എത്തിയോ ഈ രക്ഷാപ്രവർത്തനത്തിന്? സാറേ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളത് ട്രീ വാലി റിസോർട്ട് പറഞ്ഞൊരു പ്രദേശത്താണ്. മുണ്ടക്കൈ ഒരു പൊട്ടിയ സ്ഥലത്ത്. പക്ഷെ ഇവിടെ രക്ഷാദൗത്യം ഒന്നും എത്തിയിട്ടില്ല സാറേ. ഇവിടെ ആരും എത്തിയിട്ടില്ല. ഇവിടെ ഒരുപാട് കുടുംബം, ഒരു 100ഓളം ആളുകൾ ഇവിടെ അകപ്പെട്ട് കിടക്കുകയാണ്. ഭക്ഷണവുമില്ല, ഒന്നുമില്ല, ഒന്നും എത്തിപ്പെട്ടില്ല. നിലവിൽ മഴ ശക്തമാണ് ഇവിടെ. പിന്നെ മഴ രാവിലെ ഒന്ന് വിട്ടു നിന്നു. ഇപ്പോ മഴ ഒന്നുകൂടി ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ആകെ പരിഭ്രാന്തിയിലാണ് ഉള്ളത്. ചുറ്റും വെള്ളവും. റാഷിദ്, റിസോർട്ടിൽ നിൽക്കുന്ന ആളുകളുടെ വീടുകൾ തകർന്നവരാണോ? അത് നേരത്തെ തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ? വീടുകൾ തകർന്ന ആൾക്കാരാണ്. അതായത് ഉരുള് പൊട്ടി വന്ന സ്ഥലത്ത് ഉള്ള ആളുകളാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പകുതിയിലേറെ ആൾക്കാരുടെ വീടുകളും ഇല്ല, അവിടെ നിലവിലില്ല. ഓക്കെ, അവരുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും? അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ അവർക്ക്? ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ കിട്ടിയതൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ അറിയുമ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിഭ്രാന്തി കൂടി അവരുണ്ട്. ആ ഒരു ഭയവും പിന്നെ ബേജാറും എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ ഒരു അനുഭവിക്കുന്നുണ്ട്. കരച്ചിലും ആ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ നിലവിൽ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ഫുഡ് എത്തിക്കാനുള്ള സൗകര്യം ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ചോദിച്ചോ? ഒന്നും അറിയില്ല സാറേ. ഇവിടേക്ക് ഒന്നും അറിയുന്നില്ല. ഇവിടെ ആരും ഒന്നും നിലവിൽ ആരും എത്തിയിട്ടില്ല ഇങ്ങോട്ട്. ഇവിടേക്ക് ഫുഡും എത്തിയിട്ടില്ല. ഇപ്പൊ നിലവിൽ റിസോർട്ടിലുള്ള അരി വെച്ചിട്ട് എല്ലാവരും കഞ്ഞി കുടിച്ച് രാവിലെ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതും തീർന്നിരിക്കുകയാണ്. ഇപ്പോ എന്താ പറയാ, ആകെ ഭീതിയിലാണ് ഇവിടെ എല്ലാവരും. ഈ റിസോർട്ടിലേക്ക് എത്തിപ്പെടാൻ റോഡൊന്നും ഇല്ലേ റാഷിദ്? റോഡില്ല. റോഡൊക്കെ പോയിട്ടുണ്ട്. ആ പള്ളിന്റെ മുമ്പ് കൂടെയുള്ള റോഡാണ് ഉള്ളത് ഇവിടേക്ക്. ആ പള്ളിന് മുൻവശം വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോ. അതായത് വാഹനങ്ങളിൽ അങ്ങോട്ട് എത്താൻ കഴിയില്ല. വാഹനങ്ങളിൽ ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ കഴിയില്ല. നടന്ന് വരലും പ്രയാസമാണ്. കാരണം പുഴയാണ്. നല്ല കുത്തൊഴുക്കുണ്ട് ഇപ്പോ നിലവില്. എയർലിഫ്റ്റിംഗ് സംവിധാനം വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അതല്ലാതെ മറ്റൊരു വഴി ഇവിടെ ഉണ്ടോന്നുള്ള അറിയില്ല. മഴ ഒന്നുകൂടി ശക്തമായിട്ട് ഇപ്പൊ നിലവിൽ പെയ്യുന്നുണ്ട്. റാഷിദ്, എത്ര പേരുണ്ട് ആ റിസോർട്ടിൽ? എത്ര പേരുണ്ട്? ഞങ്ങൾ ഇവിടെ ഒരു 100-100-ലേറെ ആളുകൾ ഇവിടെ ഉണ്ട്, ഈ റിസോർട്ടിലുണ്ട്. ശരി, നന്ദി റാഷിദ്. ശരി, ഇത്രയും സംസാരിച്ചു, നന്ദി. ഷിത, ഈ സൈനിക ഹെലികോപ്റ്ററുകളും സൈന്യവും ഒക്കെ എത്തുമെന്ന് പറയുന്നു. പക്ഷെ ഇവരെ ഒന്നും അവിടെ കാണുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്തുകൊണ്ടാകും അത്? ഹെലികോപ്റ്റർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അജിംസെ. പക്ഷേ അവിടെ പ്രതികൂല കാലാവസ്ഥയാണ്. ആ മഴയും കാറ്റും ഒക്കെ ഉൾപ്പെടെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററിന് അവിടെ എയർലിഫ്റ്റിംഗ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയാകാം പ്രധാനമായിട്ടുള്ള ഒരു കാരണം. മറ്റൊന്ന്, ഇവിടേക്ക് എത്തിപ്പെടാൻ ഇവർ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു പ്രയാസമുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. വടം കെട്ടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു പാലം കെട്ടി നിർമ്മിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ എത്തിക്കുക എന്നുള്ള മാർഗമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അത് പ്രായോഗികമായുള്ള ഒരു പ്രയാസം കാരണമാണ് അത് പിന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ നേവിയുടെ തന്നെ സൈന്യത്തിൻ്റെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം അവിടെ എത്തിക്കൊണ്ട് ബദൽ സംവിധാനം ഉടനെ തന്നെ ഒരുക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ മന്ത്രി K രാജൻ അറിയിച്ചിട്ടുള്ളത് വയനാട് 2 NDFR ടീം ഇപ്പോൾ നിലവിൽ ഫീൽഡിലുണ്ട്. ഒരു ടീമിനെ കൂടെ അവിടെ നിന്ന് വയനാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ 2 ടീമുകളെ കൂടിയാണ് വയനാട്ടിലേക്ക് ഇനി എത്തിക്കുക. എയർഫോഴ്സിന്റെ 2 ചോപ്പർ അവിടെയുണ്ട്. പക്ഷേ കാലാവസ്ഥ മോശമായത് കാരണം കാലിക്കറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് തിരികെ എത്തിയതാണ്. അത് തിരിച്ച് പുറപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരം കൂടെ അധികൃതർ അറിയിക്കുന്നുണ്ട്. മിലിറ്ററി എഞ്ചിനീയറിംഗ് ടീമിന്റെ ഒരു വിങ് 3 മണിയോടുകൂടെ തന്നെ അവിടെ എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ. എന്തായാലും സൈന്യത്തിന്റെ പ്ലാറ്റൂൺ ഇപ്പോൾ ഓൾറെഡി ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ സൈന്യ വിഭാഗങ്ങൾ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളല്ല ഇപ്പോൾ നാം അവിടെ കാണുന്നത്. ആ സ്ഥലങ്ങൾ പരിചിതമായവർക്ക് പോലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് ഏതാണ് സ്ഥലം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല.